ഇന്ന് അച്ഛൻ എന്ത് മീനാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. ഇന്ന് അച്ഛൻ നമുക്ക് നെയ്മീൻ കുഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് നെയ്മീൻ കുഞ്ഞെന്നാണ് പറയുന്നത്. നെയ്മീൻ്റെ ചെറിയ കുഞ്ഞ് മീനുകളാണ്. അപ്പം നമുക്കിതിനെ വെട്ടി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മളുടെ രീതി, ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാണ് വെട്ടുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല എങ്ങനെയാണ് വെട്ടുക എന്നും. അപ്പോൾ ഞാനൊരു ഐഡിയ വെച്ചിട്ട് വെട്ടുകയാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഈ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിയ രീതിയിലാണ് വെട്ടുന്നത്. അപ്പോൾ ഇത് കുറച്ച് നല്ല സോഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നെയ്മീൻ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിപ്പമുള്ള മീനായിട്ട് തോന്നും, പക്ഷേ ഇത് കുഞ്ഞായിട്ടായിരിക്കും, ഇത്രയും ചെറുതാണ്. അപ്പോൾ അതിനുള്ളിൽ അതിൻ്റെ നെയ്മീൻ്റെ മുട്ടയൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ തല വെട്ടി കത്രിക കൊണ്ട് എല്ലാം വെട്ടി റെഡിയാക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു മീനിൻ്റെ വായ്ക്കുള്ളിൽ 2 കുഞ്ഞു മീൻ കുഞ്ഞുങ്ങളിരിക്കുന്നു. അത് മീനെ പിടിക്കുന്ന സമയത്ത് കഴിക്കാൻ നേരത്താന്ന് തോന്നുന്നു ഇവർ പിടിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മീനുകളൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മീൻ വെട്ടുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ രസമാണ്, പിന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് മടിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. വളരെ സ്പീഡിൽ ഇത്രയും സ്പീഡിൽ വെട്ടാൻ പറ്റിയാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മീൻ കൊണ്ട് എന്ത് കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ പുളിയിട്ട് ഇതിട്ട് എന്താ പറയുന്നത്, കുടംപുളി ഇട്ടുള്ള മുളക് കറി വെച്ചാൽ കൊള്ളൂ, അത് തേങ്ങ അരച്ചാണോ കറി വെക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ മീനെല്ലാം കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് വെട്ടിയെടുക്കുകയാണ്. കത്രിക കൊണ്ട് വെട്ടാമായിരുന്നു, പക്ഷേ ഇത്രയും കുഞ്ഞായിട്ട് ഇത് വെട്ടാൻ വേണ്ടിയിട്ട് എന്തിനാ വെറുതെ. അപ്പോൾ അത് കുറച്ച് ഉടഞ്ഞു പോയല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കത്തി കൊണ്ടെല്ലാം വെട്ടി റെഡിയാക്കി. അപ്പോൾ കുറച്ചെടുത്ത് വറക്കാം, ബാക്കി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നിങ്ങനെ തീരുമാനിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കൂടുതലും കണ്ടിട്ടുള്ള തേങ്ങയിട്ട് വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ട്, മുളകിട്ട് വെച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് മുളകിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ തേങ്ങയിട്ട് വെക്കാം. പക്ഷേ തേങ്ങയിട്ട് വെക്കുന്നതിനേക്കാൾ ഇഷ്ടം മുളകിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അത് അടുത്ത ദിവസം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വെട്ടി കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് കുറച്ച് കഷ്ണങ്ങളെടുത്ത് വറക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് വറക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചേർക്കുന്നത് വെച്ചാൽ മല്ലിപ്പൊടിയുണ്ട്, ഇതിവിടെ പൊടിച്ച മല്ലിയാണ്. പിന്നെ മുളക് പൊടി നമ്മളിവിടെ തന്നെ പൊടിച്ച മുളക് പൊടിയാണ്. വീട്ടിലെ മല്ലിപ്പൊടി, വീട്ടിലെ മുളക് പൊടി, നന്നായി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എന്താ പറയുക, നെയ്മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നാരങ്ങ നീര് അല്ലെങ്കിൽ എന്താ പറയുക, വിനേഗറൊന്നും നമ്മളിതിനകത്ത് ചേർത്തിട്ടില്ല. ഉപ്പും ഇതും മാത്രമേ ചേർത്തുള്ളൂ. ഈ 3 ഐറ്റം മാത്രം ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പക്ഷേ ഈ മീനിൻ്റെ തൊലി ഇരിച്ച് കളയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ തൊലിയൊന്നും ഇരിച്ചിട്ടില്ല. പക്ഷേ മീൻ നല്ല ഫ്രഷായിരുന്നു. അപ്പോഴേക്ക് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ തൊലിയിലോട്ട് അങ്ങോട്ട് എന്താ പറയുന്നത്, അതിൻ്റെ മാംസത്തിനുള്ളിൽ കയറുന്നുണ്ട്, പക്ഷെ തൊലി ഭാഗം ഇങ്ങനെ ഒരു സിൽവർ കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. പക്ഷേങ്കിൽ ഈ മീൻ കഴിച്ചതിന് ശേഷം ഭയങ്കര ടേസ്റ്റാണ്. നെയ്മീൻ എന്ന് പറഞ്ഞാൽ കിങ് തന്നെയല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ അങ്ങനെ കിട്ടാറില്ല, അപ്പോൾ അതിനെക്കുറിച്ച് അത്രയ്ക്ക് നമുക്കറിയില്ല. കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളതല്ലാതെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി അധികം കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലിവിടെ അങ്ങനെ കിട്ടാറില്ല ഈ മീൻ. ഇപ്പോൾ ഇങ്ങനെ യാദൃശ്യമായി കിട്ടിയത്, അപ്പോൾ നമ്മൾ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലും കുളിപ്പിച്ച് സുന്ദരകുട്ടന്മാരായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവരെ എടുത്തുനിന്ന് വറക്കാം. ഞാൻ അധികം നേരമൊന്നും വെച്ചിട്ടില്ല, മാരിനേറ്റ് ചെയ്ത് കുറേ നേരമൊന്നും വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് പിടിക്കാൻ വേണ്ടി വെച്ചു. ആ ടൈമിനുള്ളിൽ തന്നെ ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ എന്താണ് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ചേർത്തതിനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായി. എന്തുകൊണ്ട് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പില ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ അടുത്ത സ്റ്റെപ്പ് എന്താ ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടി ചൂടായപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു. കറിവേപ്പിലയ്ക്കകത്തിലോട്ട് നമ്മുടെ വറ്റൽ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അങ്ങോട്ട് ഇട്ടു. അത് നല്ല അതിങ്ങനെ ചൂടായി ഫ്രൈ ആയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നെയ്മീനുകളെ അതിനുള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ, ബാക്കി
എന്ത് ചെയ്യണം എന്നറിയാതെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് വരും, ഒത്തിരി താമസമൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റാണ്, അതിന് സോഫ്റ്റുമാണ്, വെരി ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ നെയ്മീൻ കുഞ്ഞുങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഗാർണിഷ് ചെയ്യാമെന്ന് വെച്ചു. ഇച്ചിരി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അവന്മാരെ സുന്ദരക്കുട്ടപ്പന്മാരാക്കി. ഇതാണ് ഫൈനൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. നല്ല തിള ഇപ്പോഴും ഉണ്ട്, നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ ചോറും ഈ എന്താ പറയുക നെയ്മീൻ ഫ്രൈയും കൂട്ടി നന്നായി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, കണ്ടു നോക്കൂ.